ഖുശാംദീദ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 6ാം ക്ലാസ്സിലെ 12ാമത്തെ ലെസണാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കാണുന്ന ചിത്രം എന്തിൻ്റെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലേ? എന്താണിത്? അതെ, ഹവായി അഡ്ഡ അല്ലേ, അഥവാ എയർപോർട്ടിൻ്റെ ചിത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഇവിടെ ഒരു ഹവായി ജഹാസുമുണ്ട്, അഥവാ ഒരു എയ്റോപ്ലെയിനും ഉണ്ട് അല്ലേ. അപ്പോൾ കഴിഞ്ഞ പാഠത്തിൽ ആരാണ് ഹവായി അഡ്ഡ അഥവാ എയർപോർട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമുക്ക് ഓർമ്മയുണ്ട് അല്ലേ, നമ്മുടെ ജമീലാണ്. ജമീൽ ബായിജാൻ വരുന്ന സമയത്ത് ബായിജാനെ വിളിക്കാനായിട്ട് അച്ഛൻ്റെ കൂടെ ഞാനും എയർപോർട്ടിലേക്ക് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങളും ഇതുപോലെ എയർപോർട്ടിലേക്ക് പോയിട്ടുണ്ടോ? ഉണ്ടാവും അല്ലേ, പലരും പോയിട്ടുണ്ടാവും. കാരണം ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പലരും ദൂര സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് അല്ലേ. അവരെ സ്വീകരിക്കാനും അതുപോലെ തന്നെ യാത്ര അയക്കാനും ഒക്കെ ആയിട്ട് നമ്മളിൽ പലരും എയർപോർട്ടിലേക്കൊക്കെ പോയിട്ടുണ്ടാവും. എയ്റോപ്ലെയിനിൽ കയറിയവർ എത്ര പേരുണ്ട്? എയ്റോപ്ലെയിനിൽ കയറിയവരും കുറച്ച് പേരൊക്കെ കൂടെ ഉണ്ട് അല്ലേ. പലരും അതുപോലെ വെക്കേഷനിലൊക്കെ പോകാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾക്കറിയാം, നമ്മൾ പല തരത്തിലുള്ള യാത്രാ മാധ്യമങ്ങളാണ് ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും 3 യാത്രാ മാധ്യമങ്ങളാണുള്ളത്. ഒന്ന് കരയിലൂടെ പോകുന്നത്, പിന്നെ ആകാശത്തു കൂടെ പോകുന്നത്, പിന്നെ ജലത്തിലൂടെ പോകുന്നത്. ഇതിൽ ഹവായി ജഹാസ് ഏതിലൂടെ പോകുന്നതാണ്? അതെ, ആകാശത്തിലൂടെ പോകുന്നതാണ് അല്ലേ. എന്തുകൊണ്ടാണ് ഈ ആകാശമാർഗം നമ്മൾ സ്വീകരിക്കുന്നത്? ആകാശമാർഗം എപ്പോഴാണ് സ്വീകരിക്കുക? ഒരുപാട് ദൂരമുള്ള സമയത്ത്, അതുപോലെ തന്നെ പെട്ടെന്ന് എത്താനായിട്ട്, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഹവായി ജഹാസ് അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആകാശമാർഗമുള്ള യാത്രാമാധ്യമങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. നമ്മൾ ചെറിയ ചെറിയ യാത്രയ്ക്കൊക്കെ ഉപയോഗിക്കുന്നത് കരയിലൂടെ ആയിരിക്കും അല്ലേ. ചിലപ്പോൾ ജലത്തിലൂടെയൊക്കെ പോകാറുമുണ്ട്. അതും ഒരുപാട് ദൂരയാത്രയൊക്കെ നടത്താറുണ്ട്, കപ്പൽ അതിലൂടെയൊക്കെ അല്ലേ. അപ്പോൾ പലതരത്തിലുള്ള യാത്രാ മാധ്യമങ്ങളുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഹവായി ജഹാസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഈ വീഡിയോയിൽ ഹവായി ജഹാസിനെ കുറിച്ചുള്ളൊരു നല്ല കവിതയാണ് തന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം, പാഠഭാഗത്തിലേക്ക് കടക്കാം അല്ലേ. നോക്കൂ. ജമീൽ കെ ബായിജാൻ ദുബായ് സെ ആ രഹേ ഹേ. ജമീലിൻ്റെ ബായിജാൻ എവിടെ നിന്നാണ് വരുന്നത്? ദുബൈയിൽ നിന്ന് വരികയാണ്. ജമീൽ അമ്മി അബ്ബു കെ സാത്ത് ഹവായി അഡ്ഡെ പർ പഹുഞ്ചെ. ജമീൽ അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ എയർപോർട്ടിലെത്തി. ജമീൽ ഓർ നന്നി ബായി കെ ഇന്തിസാർ മേ ഖടേ രഹി. ജമീലും നന്നിയും, നന്നി ആരാ? സഹോദരി അല്ലേ. ജമീലും നന്നിയും കൂടെ അവരുടെ ബായിയെയും കാത്തിരിക്കുകയാണ് കേട്ടോ. ബായിയെയും കാത്തുകൊണ്ട് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ കാത്തിരിക്കുകയാണ്. കാത്ത് ഇരിക്കുകയാണെന്ന് പറയാം, അതല്ലാന്നുണ്ടെങ്കിൽ കാത്ത് നിൽക്കുകയാണ് കേട്ടോ. ഹവായി ജഹാസ് കോ അഡ്ഡെ പർ ഉതർത്തെ ദേഖ് കർ ജമീൽ നെ കഹാ. ഹവായി ജഹാസ് എയർപോർട്ടിൽ ഇങ്ങനെ ഇറങ്ങുന്നത് കണ്ടിട്ട് ജമീൽ പറഞ്ഞു, വാഹ് ഇത്നാ ബഡാ ഹവായി ജഹാസ്. ഹായ്, ഇത്രയും വലിയ വിമാനം അല്ലേ. നമ്മൾ ആകാശത്തു കൂടെ പോകുന്ന സമയത്ത് വളരെ ചെറുതാണ് അല്ലേ. നിങ്ങൾ നോക്കാറുണ്ടോ? ഈ നമ്മുടെ വീടുകളുടെ മുകളിലൂടെയൊക്കെ ചില സമയങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും, ആകാശത്തു കൂടെ പോകുന്നത് കാണാൻ കഴിയില്ലേ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വീട്ടിനകത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ചെറിയ ശബ്ദം ഉണ്ടാവും അല്ലേ. ഒരു ശബ്ദം കേൾക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ആകാശത്തേക്ക് നോക്കുന്ന എത്ര പേരുണ്ട് ഇതിൽ? ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യാറുമുണ്ട്. വളരെ രസകരമാണ് അല്ലേ ആ കാഴ്ചയൊക്കെ. ആകാശത്തൂടെ മേഘങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഈ ഒരു വിമാനം കാണാൻ വളരെ നല്ലതാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മളിവിടെ നിന്ന് നോക്കുന്ന സമയത്ത് വളരെ ചെറിയൊരു വിമാനമാണല്ലേ, ചെറിയ ഒന്നാണ്. പക്ഷേ അതിങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ശരിക്കും അത് വളരെ വലുതാണ് അല്ലേ. ശരിക്കും അടുത്ത് പോയി കണ്ടവർക്കറിയാം, വളരെ വലുതാണ്. അപ്പം നമ്മുടെ ജമീലും ഇതുവരെ അങ്ങനെയേ കണ്ടിട്ടുള്ളൂ അല്ലേ, അങ്ങനെയേ കണ്ടിട്ടുള്ളൂ. അവൻ നേരിട്ട് വിമാനം കണ്ടപ്പോഴാണ് അവനക്ക് അതിൻ്റെ വലിപ്പം മനസ്സിലായത്. അപ്പം അവൻ പറയാണ്, ഇത്രയും വലിയ വിമാനം അല്ലേ. അപ്പം നമ്മുടെ നസ്മ തുടങ്ങുകയാണ്. പേരെന്താ? ഹവായി ജഹാസ്. ഹവായി ജഹാസ്. വോ ദേക്കോ ഹവായി ജഹാസ് ആ ഗയാ ബജാത്താ ഹുവ അപ്ന സാസാ ഗയ. എന്താ പറയുന്നത്? അതാ നോക്കൂ,
ഹവായി ജഹാസ് വന്നു അല്ലേ. സ്വയം ശബ്ദമുണ്ടാക്കിക്കൊണ്ട്, ശബ്ദം മുഴക്കിക്കൊണ്ട്, കാറ്റിലിങ്ങനെ ശബ്ദം മുഴക്കിക്കൊണ്ട് ആര് വന്നു? ഹവായി ജഹാസ് വന്നു. ഹവാവോ മേ വോ സൻസനാത്താ ഹുവ ഗർജിത്താ ഹുവ ഗുങ്കുനാത്താ ഹുവ. കാറ്റിൽ അതിങ്ങനെ അല്ലേ, കാറ്റിലിങ്ങനെ പാറി പറന്നുകൊണ്ട് അതെങ്ങനെയൊക്കെ വരുന്നത്? ഗർജിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഗുങ്കുനാത്താഹുവ മൂളിപ്പാട്ട് പാടിക്കൊണ്ടുമൊക്കെ കാറ്റിലൂടെ അതിങ്ങനെ ഒഴുകി വരികയാണ് അല്ലേ. അടുത്ത് നോക്കൂ. ഹവാക്കി തര സൻസനാനാഹുവ ബുലന്തി പേക്യ ദന്തനാത്താഹുവ. കാറ്റിനെ പോലെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അത് ഉയരങ്ങളിൽ എത്ര ആഘോഷത്തോടു കൂടെയാണ് ചുറ്റിപ്പറക്കുന്നത്. ദന്തനാത്ത എന്ന് പറഞ്ഞാൽ ചുറ്റിപ്പറക്കുക, ആഘോഷത്തോടുകൂടെ ചുറ്റിപ്പറക്കുക. സൻസനാന എന്ന് പറഞ്ഞാൽ ശബ്ദം ഉണ്ടാക്കുക. അപ്പോൾ കാറ്റിനെ പോലെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഉയരങ്ങളിൽ അത് എത്ര ആഘോഷത്തോടു കൂടെയാണ് ചുറ്റിപ്പറക്കുന്നത്. ജോ നന്നി നെ പൂച്ചാക്കി ബായി യക്യാ. അപ്പോഴാണ് നന്നി ചോദിക്കുന്നത് അല്ലേ. നന്നി ചോദിക്കുകയാണ്, ബായി യക്യാ, ഇത് എന്താണ്? ചലാജാ രഹാ ഹേ ഉഡാച്ചീലിസ. എന്തിനെ പോലെ പറന്നു നടക്കുന്നത്? പരുന്തിനെ പോലെ പറന്നു നടക്കുന്ന ഇത് എന്താണെന്ന് നന്നി ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ തോ ഫൗറൻ ലഗ ഹസ്കെ കഹ്നി ജമീൽ. അപ്പോൾ പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് ഈ ചോദ്യം കേട്ട് അല്ലേ, പരുന്തിനെ പോലെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് കേട്ട് ചിരിച്ചുകൊണ്ട് ജമീൽ പറയുകയാണ്. എന്താ ജമീൽ പറഞ്ഞത്? അരി ഇസ്കോ കഹ്തേ ഹേ ലോഹേ കി ചീൽ. എന്താ പറയുന്നത്? ഇതിനെയാണ് പറയുന്നത് ഇരുമ്പിൻ്റെ പരുന്തെന്ന്, അല്ലെങ്കിൽ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ പരുന്ത്. അഥവാ നമുക്കറിയാലോ, വിമാനത്തിൻ്റെ ആ ഒരു ഷേപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പരുന്തിൻ്റെ ഷേപ്പ് പോലെയാണ് അല്ലേ. കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹേ ഇസ് ചീൽ കെ പേട്ട് മേ ആദമി ഉഡാക്കർ ഉനെ ഹേ ലിയേ ജാ രഹി. എന്താ പറയുന്നത്? പിന്നെ ചീൽ കെ പേട്ട് മേ ആദമി ഹേ. എന്താ പറയുന്നത്? ആ പരുന്തിൻ്റെ വയറിൽ എന്തുണ്ട്? വയറിനകത്ത് ആദമിയുണ്ട്, മനുഷ്യന്മാരുണ്ട്. അവരെയും കൊണ്ടാണ് അതിങ്ങനെ പറന്ന് പോകുന്നത് ആണല്ലോ അല്ലേ. അതിൻ്റെ ഉള്ളിൽ വിമാനത്തിനുള്ള ആളുകളുണ്ടല്ലോ, അതിനെയും കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? വിമാനം പറന്നു പോകുന്നത്. മഗർ മേനെ ഉൻകോ ബതായ യേ റാസ് കെഹെ ദറാസിൽ യേ ഹവായി ജഹാസ്. എന്ത് പറഞ്ഞു? അപ്പോൾ ഇതിലെന്ത് പറഞ്ഞു എന്നാ പറഞ്ഞത്? അതിൻ്റെ രഹസ്യം പറഞ്ഞു അല്ലേ. എന്ത് രഹസ്യ പറഞ്ഞത്? ദറാസിൽ യേ ഹവായി ജഹാസ്, കെഹേ ദറാസിൽ യേ ഹവായി ജഹാസ് എന്ന് വെച്ചാൽ ഇത് വാസ്തവത്തിൽ ഇതാണ് എന്ത്? ഹവായി ജഹാസ്. അതല്ലാതെ ഇതെന്തല്ല, ലോഹയുടെ ചീലല്ല. ഇതാണ് എന്ത്? ഹവായി ജഹാസ്. ഹവാ പർ യേ ജാത്താ ഹേ ഇസ് തരഹ് സേ സമന്ദർ മേ കഷ്തി ഹോ ജിസ് തരഹ് സേ. എന്താ പറയുന്നത്? സമുദ്രത്തിൽ എങ്ങനെയാണോ കഷ്ടി പോകുന്നത്, എങ്ങനെയാണോ കഷ്ടി സമുദ്രത്തിലൂടെ പോകുന്നത്, അതുപോലെയാണ് കാറ്റിലൂടെ ഈ ഹവായി ജഹാസും പോകുന്നത്. ജമീൽ ഇസ്കോ സുൻകർ ബഹുത് ഖുഷ് ഹുവ ഉഛൽനേ ലഗ ഓർ കഹ്നേ ലഗ. അപ്പോൾ ജമീൽ ഈ പറഞ്ഞത് കേട്ടിട്ട് അവൾ വളരെ സന്തോഷിച്ചു അല്ലേ. നന്നി വളരെ സന്തോഷിച്ചു. എന്നിട്ട് പറയാണ് ഉഛൽനേ ലഗ ഓർ കഹ്നേ ലഗ. തുള്ളിച്ചാടിക്കൊണ്ട് പറയുകയാണ്, സന്തോഷത്തോടു കൂടെ തുള്ളിച്ചാടിക്കൊണ്ട് പറയുകയാണ്. ബഡാഹോ കെ സംജൂങ്ക മേ ഇസ്കാ റാസ് ചലാവൂങ്ക മേ ബി ഹവായി ജഹാസ്. വലുതാകുന്ന സമയത്ത് ഞാനും ഇതിൻ്റെ രഹസ്യമൊക്കെ മനസ്സിലാക്കും. എന്നിട്ടോ ഞാനും ഇതുപോലെ ഹവായി ജഹാസ് ഉയർത്തും, അല്ലെങ്കിൽ ഹവായി ജഹാസ് ഞാനും എന്ത് ചെയ്യും? പറത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നസ്മ് കാണുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഇത്തിരി കഷ്ടമുള്ള പോലെയൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഹവായി ജഹാസിനെ കുറിച്ചുള്ള ഒരു വിവരണം തന്നിരിക്കുകയാണ്. ആ വിവരണത്തിന് ഒരു പദ്യത്തിൻ്റെ രീതിയിൽ എന്ന് വെച്ചാൽ അത് കാറ്റിലൂടെ പാറിപ്പറന്നുകൊണ്ട് നടക്കുകയാണ് അല്ലേ. അതുപോലെ തന്നെ ആകാശത്തിൻ്റെ ഉയരങ്ങളിൽ ഒരു പരുന്തിനെ പോലെ ആഘോഷത്തോടുകൂടെ ചുറ്റി പറന്ന് നടക്കുകയാണത്. അതിനെ എന്നിട്ട് എന്ത് ചെയ്യുകയാണ്? ഈ വിമാനത്തിനെ ഒരു ലോഹേക്ക് ചീലുമായിട്ട് താരതമ്യപ്പെടുത്തുന്നു. കാരണം അതിൻ്റെ ഷേപ്പ് അങ്ങനെ ആയതുകൊണ്ട് അല്ലേ. എന്നിട്ട് പറയുന്നുണ്ട് അതിൻ്റെ പേട്ടിൽ ആദമിയുണ്ട്, മനുഷ്യന്മാരെയും വഹിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത്
ആകാശത്തിൻ്റെ ഉയരങ്ങളിലൂടെ പറന്ന് നടക്കുന്നത്. അപ്പോൾ ആ വിമാനത്തിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ, ഹവായി ജഹാസ് എങ്ങനെയാണ് പോകുന്നതെന്നാണ് പറഞ്ഞത്. സമുദ്രത്തിലെ തോണിയൊക്കെ എങ്ങനെയാണോ പോകുന്നത് അതുപോലെ കാറ്റിൽ എന്ത് ചെയ്യാണ്, വായുവിലൂടെ അല്ലേ, കാറ്റ് എന്ന് വെച്ചാൽ വായുവിലൂടെ ഹവായി ജഹാസും അതുപോലെയാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഈ ഹവായി ജഹാസിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഈ കവിതയിലൂടെ എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു കവിതയാണ്, നല്ല രീതിയിൽ ചൊല്ലാനൊക്കെ കഴിയും. എല്ലാവരും ക്ലാസ്സിൽ നല്ല രീതിയിൽ ചൊല്ലുക. അതുപോലെ ഇതിൻ്റെ അവസാനം പറയുന്നത് പോലെ എയ്റോപ്ലെയിൻ്റെ അല്ലെങ്കിൽ വിമാനത്തിൻ്റെയൊക്കെ രഹസ്യമൊക്കെ മനസ്സിലാക്കി വലുതാകുന്ന സമയത്ത് നമ്മളും ഇതുപോലെയുള്ള എയ്റോപ്ലെയിനൊക്കെ പറത്താനുള്ള പഠനങ്ങളൊക്കെ നമ്മൾ നടത്തി അതിലൊക്കെ വിജയിക്കുക. ഓക്കെ, അപ്പോൾ അടുത്തത് ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും വരാം. ഹുദാ ഹാഫിസ്.